ഹലോ ഫ്രണ്ട്സ്, അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പാനിൽ കുറച്ച് അവൽ വറുക്കാൻ വെക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള അവൽ അത് നല്ല ചെറിയ തീയിൽ വറുത്തെടുക്കണേ. അത് വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേന് അത് കൈ കൊണ്ട് നോക്കുമ്പോൾ പൊടിയുന്നത് പോലെ വറുത്തെടുക്കണം. അതെന്നിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കണം. അത് തണുത്ത് വരട്ടെ. ആ പാനിൽ തന്നെ അതേ അളവിൽ തന്നെ നമ്മൾ കടല വറുക്കുന്നില്ലേ, ആ കടല അത് ചെറുതീയിൽ വറുത്തെടുക്കണം. എന്നിട്ട് അത് വറുപ്പാകുമ്പോഴത്തേന് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. വേറൊരു പാനിൽ ആവശ്യത്തിനുള്ള ശർക്കര അത് പൊടിച്ചിടണേ. എളുപ്പം അത് കുതിർന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ്. അതിനകത്തൊക്കെ വെള്ളം ചേർത്ത് വയ്ക്കണം. അതെല്ലാം അലിഞ്ഞു വരുമ്പോഴത്തേന് ഇറക്കി വയ്ക്കും. ആ തണുക്കാൻ വെച്ചിരിക്കുന്ന അവൽ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ആദ്യം പൊടിച്ച് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കണം. അതുപോലെ തന്നെ ആ മിക്സിയുടെ ജാറിനകത്ത് തന്നെ ആ കടല തൊലിയെല്ലാം കളഞ്ഞെടുത്ത് ആ മിക്സിയുടെ ജാറിലിട്ട് അതും പൊടിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ്, അത് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് കപ്പലണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചെടുക്കണേ. മുന്തിരിയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. അത് ചുമന്ന് വരുമ്പോഴത്തേന് അരമുറി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണേ. അതും കൂടെ ഇളക്കി കൊടുക്കണം. ചെറുതീയിൽ ചുമന്ന് വരുമ്പോഴത്തേന് ആ ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കണം. 3-4 ഏലക്കായും കൂടെ പൊടിച്ച് ചേർക്കണേ. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച കടലപ്പൊടിയും കൂടെ അതിലേക്ക് എന്നിട്ട് ചേർത്ത് കൊടുക്കണം. ആ ശർക്കര പാനിക്കകത്തോട്ട് നല്ലതുപോലെ വെള്ളം വറ്റി വരുമ്പോഴത്തേന് അവൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതീ വേണം ഇളക്കി കൊടുക്കണേ. അന്നേരത്തേന് അത് നല്ലപോലെ പറ്റി കുറുകി വരും, നല്ല കട്ടിയായിട്ട് വരും. എന്നിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചീനച്ചട്ടി പിടിക്കാത്തതുപോലെ ഇളകി വരണേ. എന്നിട്ട് ചൂടാറുമ്പോഴത്തേന് ഒരു ചെറിയ കുഴിവുള്ള പാത്രത്തിൽ നെയ്യ് തടകിയിട്ടേ എന്നേലും ഒരു കുഞ്ഞു കിണ്ണം പോലത്തെ അതിനകത്തോട്ട് ഈ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്നില്ലേ, പറ്റിച്ച് വെച്ചിരിക്കുന്നത്, അതിട്ടിട്ട് നല്ലപോലെ ഞെക്കി വയ്ക്കണേ. എന്നിട്ട് അത് കമിഴ്ത്തി എടുക്കണം. അടിപൊളി പലഹാരമാണ്, സ്വാദിഷ്ടമായ പലഹാരം. അതിനകത്താണ് നല്ല ഗുണവും ഉണ്ട്. കഴിച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.